നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിമൂവൽ ഓഫ് ഇന്റർഫിയറിംഗ് ആനയോൺസ്. നമ്മളിപ്പോ ഒരു ടെസ്റ്റ്, ഒരു സോൾട്ട് അനാലിസിസ് നടത്തുന്നു. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ഗ്രൂപ്പിലെ ആനയോൺസ് അല്ലെങ്കിൽ കാറ്റയോൺസ് ആണ്. അതിന് പകരം നമുക്ക് വേറൊരാൾ അതിന്റെ ഇടയിൽ കയറി വന്നാലോ ബുദ്ധിമുട്ടാവില്ലേ? സോ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഇന്റർഫിയർ ചെയ്ത് വരുന്ന ആനയോൺസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ആ ചില പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ എന്താണ് ഇന്റർഫിയറിംഗ് ആനയോൺസ് എന്ന് വെച്ചാല്, സോ ഇന്റർഫിയറിംഗ് ആനയോൺസ് are anions which cause precipitation of cations outside their normal groups. നമ്മൾ സോൾട്ട് അനാലിസിസ് പഠിച്ച സമയത്ത് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 അങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഓരോ ഗ്രൂപ്പിലും ഓരോ ടൈപ്പ് കാറ്റയോൺസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സോൾട്ടില് ഇംപ്യൂരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാല് ഈ ഇന്റർഫിയറിംഗ് ആനയോൺസ് കടന്നു വന്നാൽ എന്ത് സംഭവിക്കും? ഗ്രൂപ്പ് 2 പ്രസിപ്പിറ്റേറ്റ് ചെയ്യേണ്ട ആളെ എവിടെ ഫോം ചെയ്യും? ഗ്രൂപ്പ് 4 ഫോം ചെയ്യും. അല്ലെങ്കിൽ ഗ്രൂപ്പ് 4 വരേണ്ട ആൾക്കാർ നേരത്തെ വരും, ഗ്രൂപ്പ് 2 വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. സോ അങ്ങനെയുള്ള ആളുകളെ, അങ്ങനെ ഇന്റർഫിയർ ചെയ്യുന്ന ആനയോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർഫിയറിംഗ് ആനയോൺസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്റർഫിയറിംഗ് ആനയോൺസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, സോൾട്ട്സ് ഓഫ് സച്ച് ആനയോൺസ് ആർ സൊല്യൂബിൾ ഇൻ മിനറൽ ആസിഡ്. സോ മിക്ക കേസിലും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആനയോൺസിന്റെ ഒക്കെ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് അതിന്റെ സോൾട്ട് ഫോം ചെയ്യും, എന്നിട്ട് അത് മിനറൽ ആസിഡുമായിട്ടാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, മിനറൽ ആസിഡ് എന്ന് വെച്ചാൽ HNO3, HCl, H2SO4 ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് ആർ ഇൻസൊല്യൂബിൾ ഇൻ ന്യൂട്രൽ ഓർ ആൽക്കലൈൻ സൊല്യൂഷൻ. ഞാൻ ന്യൂട്രൽ ഓർ ആൽക്കലൈൻ സൊല്യൂഷനിലേക്കാണ് ഈ സോൾട്ട് ആഡ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും? അവിടെ ഇൻസൊല്യൂബിൾ ആയിരിക്കും. മറിച്ച് ആനയോൺസ് മിനറൽ ആസിഡ്സിന്റെ സൊല്യൂഷൻ അവിടെയാണെങ്കിൽ അതെന്തായിരിക്കും? സൊല്യൂബിൾ ആയിരിക്കും. സോ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, so next point എന്ന് പറയുന്നത്, since dilute HCl is the group reagent evolved for the analysis of group 1 and 2. Group 1 and 2 cations നമ്മൾ ഗ്രൂപ്പ് റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആരെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ് യൂസ് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ മിനറൽ ആസിഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഇന്റർഫിയറിംഗ് ആനയോൺസ് എന്തായി പോവും? ആ മിനറൽ ആസിഡിൽ ഡിസോൾവ് ആയി പോവും. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. സോ interfering anions will not affect the analysis of group 1 and 2 cations. എന്തുകൊണ്ടാ ഗ്രൂപ്പ് 1 and 2 എഫക്ട് ചെയ്യാത്തത്? നമ്മൾ അവിടെ ഗ്രൂപ്പ് റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മിനറൽ ആസിഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ്. സോ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഈ ഇന്റർഫിയർ ചെയ്യുന്ന ആനയോൺസ് എന്തായി പോവും? അത് ഡിസോൾവ് ആയിട്ട് പോവും. പക്ഷെ നമ്മൾ ഗ്രൂപ്പ് 3 ആരെ റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നേ? അക്വസ് അമോണിയനെയാണ്. അക്വസ് അമോണിയ എന്താണ്? ആൽക്കലൈൻ അല്ലേ, ബേസ് അല്ലേ? സോ ബേസിൽ എന്തായിരിക്കും? ഇൻസൊല്യൂബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻസൊല്യൂബിൾ ഇൻ ന്യൂട്രൽ ഓർ ആൽക്കലൈൻ സൊല്യൂഷൻ. സോ ഗ്രൂപ്പ് 3 മുതൽ, തേർഡ് ഗ്രൂപ്പ് മുതലാണ് നമുക്ക് ഇന്റർഫിയറിംഗ് ആനയോൺസിന്റെ പ്രശ്നം വരുന്നത്. ഓക്കെ, ദെൻ ഇന്റർഫിയറിംഗ് ആനയോൺസിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്സലേറ്റ് ആനയോൺസിനെ കുറിച്ചാണ്. ഓക്സലേറ്റ് ആനയോൺസ്. ഓക്സലേറ്റ് ആനയോൺസ് എന്ന് വെച്ചാൽ C2O4 2-. ഓക്സലേറ്റ്, ഓക്സാലിക് ആസിഡിന്റെ ആനയോൺസ്. ഓക്കെ, സോ oxalate anions can be removed by repeatedly evaporating the solid mixture or the filtrate of group 2 with concentrated nitric acid. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം. നമ്മൾ ഗ്രൂപ്പ് 1നും ഗ്രൂപ്പ് 2ലും എന്തില്ല? ഇന്റർഫിയറിംഗ് ആനയോൺസിന്റെ പ്രശ്നമില്ല. ഗ്രൂപ്പ് 3ലേക്ക് വരുന്ന സമയത്ത് ഗ്രൂപ്പ് 2ൽ നിന്ന് ബാക്കിയുള്ള ആൾക്കാർ, ആ ഒരു റെസിഡ്യൂ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, അതായിരിക്കില്ലേ നമുക്ക് സോൾട്ട് ആയിരിക്കില്ലേ നമുക്ക് ഗ്രൂപ്പ് 3ലേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരിക. സോ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഓക്സലേറ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക. ഇപ്പൊ നൈട്രിക് ആസിഡ് ആഡ് ചെയ്താൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്
മിനറൽ ആസിഡിൽ എന്തായിട്ട് പോവും? ഈ ഇന്റർഫിയറിംഗ് ആനയോൺസ് ഡിസോൾവ് ആയിട്ട് പോകും, സൊല്യൂബിൾ ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ആദ്യം നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നു, കുറച്ച് ഓക്സലേറ്റ് അയോൺസ് ഡിസോൾവ് ആയി പോയി. അപ്പൊ നമുക്ക് അറിയില്ല മൊത്തം ഓക്സലേറ്റ് ഡിസോൾവ് ആയോ അല്ലെങ്കിൽ ഇനിയും ഞാൻ നൈട്രിക് ആസിഡ് ആഡ് ചെയ്യണോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുണ്ടാവില്ല. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സലേറ്റ് അയോൺസിനെ ടെസ്റ്റ് ചെയ്തിട്ട് അത് നെഗറ്റീവ് ആവണം. ഓക്കെ, നമ്മൾ ഓക്സലേറ്റ് അയോൺസിന് ടെസ്റ്റ് നടത്താം, എന്നിട്ട് അത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പ് 3 റിയേജന്റ് ആയിട്ടുള്ള അമോണിയ അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഓർക്കേണ്ട കാര്യം ബേസിക് ആയിട്ട് റിമൂവൽ ഓഫ് ഓക്സലേറ്റ് അയോൺ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ നൈട്രിക് ആസിഡ് ആണ് ആഡ് ചെയ്യുന്നത്. സോ ഈ നൈട്രിക് ആസിഡ് എന്ത് ചെയ്യുന്നു? ഓക്സലേറ്റ് അയോൺസിനെ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ വാട്ടറും ആക്കി മാറ്റുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്. ഇനി ഇതേപോലെ ഓക്സലേറ്റ് അയോൺസിനെ പോലെ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആളാണ് ആര്? ഫ്ലൂറൈഡ് അയോൺസ്. ഫ്ലൂറൈഡ് അയോൺസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ HNO3 ആയിരുന്നു യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ HCl, കോൺസെൻട്രേറ്റഡ് HCl ആണ് യൂസ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ചെയ്യും. സോ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് മിനറൽ ആസിഡ് അല്ലേ ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യും? ഈ ഫ്ലൂറൈഡ് അയോൺസിനെ ഡിസോൾവ് ചെയ്യും. ഓക്കെ, ഡിസോൾവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്നത് HF ആണ്, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, HF. സോ ഈ HF എന്താണ്? വൊളറ്റൈൽ ആണ്. നമ്മള് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പറയുന്നത് പോലെ വൊളറ്റൈൽ ആയിട്ടുള്ള ആളാണ് HF. സോ HF അങ്ങ് ആ ഒരു മിക്സ്ചറിൽ നിന്ന് പോയിക്കോളും. HF പോയാൽ അവിടെ എന്തും പോയി? നമ്മുടെ ഇന്റർഫിയറിംഗ് ആനയോൺ ആയിട്ടുള്ള ഫ്ലൂറൈഡ് അയോൺസും പോയി. ഓക്കെ, ഇനി നമുക്കുള്ളതാണ് ബോറേറ്റ് അയോൺസ്. ഒഴിവാക്കേണ്ട മൂന്നാമത്തെ ആളാണ് ആര്? ബോറേറ്റ് അയോൺസ്. സോ ബോറേറ്റ് അയോൺസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് CH3OH, മെത്തനോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ മെത്തനോൾ യൂസ് ചെയ്യുന്ന സമയത്ത് മെത്തനോളോ അല്ലെങ്കിൽ എത്തനോളോ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ മിക്സ്ചറിലേക്ക് മെത്തനോളോ എത്തനോളോ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മീഥൈൽ ഓർ ഈഥൈൽ ബോറേറ്റ് ആയിട്ടാണ് കിട്ടുക. സോ ഇവിടെയും ബോറേറ്റ് അയോൺസ് എന്ത് ചെയ്യാം? ഈസിലി വൊളറ്റൈൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈസിലി വോളറ്റൈൽ ആയിട്ടുള്ള മീഥൈൽ ഓർ ഈഥൈൽ ബോറേറ്റ് അയോൺസ് ആയിട്ടാണ് നമ്മൾ ബോറിനെ മാറ്റുന്നത്. ഓക്കെ, ഇനി ഇതേപോലെയുള്ളതാണ് ഫോസ്ഫേറ്റ് അയോൺസ്. നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഇന്റർഫിയറിംഗ് ആനയോൺസിൽ വരുന്ന നാലാമത്തെ ആളാണ് ആര്? ഫോസ്ഫേറ്റ് അയോൺസ്. സോ ഫോസ്ഫേറ്റ് അയോൺസിന് കുറച്ച് ട്വിസ്റ്റ് ഉണ്ട്. സോ ഇവിടെ ഫോസ്ഫേറ്റ് അയോൺസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് സിർക്കോണൈൽ ഫോസ്ഫൈറ്റ്, ഈ പേര് ഓർത്ത് വെക്കണം, സിർക്കോണൈൽ ഫോസ്ഫേറ്റ്, അത് precipitate from solution containing hydrochloric acid not exceeding 1 molar concentration. ഞാനിപ്പോ എന്റെ സോൾട്ട് അതിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷനിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ ബിലോ 1 മോളാർ ആക്കുകയാണെങ്കിൽ, ബിലോ 1 മോളാർ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോസ്ഫേറ്റ് അയോൺസ് എന്തായിട്ട് ഫോം ചെയ്യും? സിർക്കോണൈൽ ഫോസ്ഫേറ്റ് ആയിട്ട് ഫോം ചെയ്യും. സോ ഈ സിർക്കോണൈൽ ഫോസ്ഫേറ്റ് എനിക്ക് ഈസിലി എന്ത് ചെയ്യാം? ആ ഒരു സിസ്റ്റത്തിൽ നിന്ന്, ആ ഒരു സൊല്യൂഷനിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. സോ ഫോസ്ഫേറ്റ് അയോൺസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ആഡ് ചെയ്യുന്നു? സിർക്കോണൈൽ ഓക്സൈഡ് അല്ലെങ്കിൽ സിർക്കോണൈൽ നൈട്രേറ്റ് ആണ് നമ്മൾ യൂഷ്വലി ആഡ് ചെയ്യുക. സിർക്കോണൈൽ നൈട്രേറ്റ്. സോ അതെന്തായിട്ട് മാറും? സിർക്കോണൈൽ ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. സിർക്കോണൈൽ ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. സോ ഈ സിർക്കോണൈൽ ഫോസ്ഫേറ്റ് എനിക്ക് എന്ത് ചെയ്യാം? ഈസിലി ആ ഒരു സൊല്യൂഷനിൽ നിന്ന്, ആ ഒരു മിക്സ്ചറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇന്റർഫിയറിംഗ് ആനയോൺസിൽ പ്രധാനമായിട്ടും വരുന്ന 4 ആൾക്കാരാണ് ആരൊക്കെ? ഒന്ന് ഫോസ്ഫേറ്റ്, ദെൻ ബോറേറ്റ്, ഫ്ലൂറൈഡ്, അതുപോലെ തന്നെ ഓക്സലേറ്റ്. ഈ 4 ആൾക്കാരെയും എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പ് 1 കാറ്റയോൺസ്, ഗ്രൂപ്പ് 2 കാറ്റയോൺസ്, ഗ്രൂപ്പ് 3, 4 ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ ഗ്രൂപ്പിലും ഏതൊക്കെ കാറ്റയോൺസ് ആണ് വരുന്നത്, അവരുടെ ഗ്രൂപ്പ് റിയേജന്റ് ഏതാന്നുള്ള കാര്യം കൂടെ നിങ്ങൾ
ഓർത്ത് വെക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പ് 1 and 2 ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് റിയേജന്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഇന്റർഫിയറിംഗ് ആനയോൺസ് അവിടെ വലിയ ശല്യക്കാരല്ല. ഇനി ഗ്രൂപ്പ് 3 അവിടെ അമോണിയ ആണ്, അക്വസ് അമോണിയ ആണ് ഗ്രൂപ്പ് റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഗ്രൂപ്പ് 3 മുതലാണ് നമ്മൾ ഇന്റർഫിയറിംഗ് ആനയോൺസ് ഈ ഇത്രയും പറഞ്ഞിട്ടുള്ള ആൾക്കാരെ റിമൂവ് ചെയ്യാനുള്ള പണികളൊക്കെ നോക്കുക. ഓക്കെ, അപ്പം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.